സ്പൈറൽ ലക്കി ബാമ്പു. നമ്മളിങ്ങനെ സ്പൈറലായിട്ട് കണ്ടിട്ടില്ലേ, വളഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഇലകളൊക്കെ വെട്ടിക്കളയണം. 2 തണ്ടാക്കിയിട്ട് മാറ്റാം. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ സ്പൈറൽ ലക്കി ബാമ്പു എങ്ങനെയാണ് ഒരു ബാമ്പുവിൻ്റെ തണ്ടിനെ നമ്മളിങ്ങനെ സ്പൈറലായിട്ട് കണ്ടിട്ടില്ലേ, വളഞ്ഞിട്ടൊക്കെ, അത് എങ്ങനെ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് ഞാനിതിവിടെ ഇങ്ങനെ വെട്ടിയിട്ടതാണ്. അതായത് ഈ തണ്ടിനൊരു തളർച്ച വരണം. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ ഈ വളയ്ക്കേണ്ട തണ്ടിനെ വെട്ടിയിട്ട് തണലത്ത് വെക്കുക. അപ്പോൾ ഇതൊന്ന് വളയാൻ പാകത്തിനായിട്ടുണ്ടാവും. ആദ്യം നമുക്കിതിൻ്റെ തണ്ട് നല്ല ഭംഗിയായിട്ടെടുക്കാം. അപ്പോൾ ഇലകളൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കഴിഞ്ഞു നല്ല ഒരു തണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ വളച്ച് വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിന് നമുക്ക് ഇത്രയും വലിപ്പമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് 2 തണ്ടാക്കിയിട്ട് മാറ്റാം. 2 എണ്ണം ആക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യണേ. 2 കഷ്ണങ്ങൾ ആയിട്ടാണ് ഇപ്പോൾ ഇത് നിൽക്കണേ, കണ്ടോ. ഇനി ഇതിനെ എങ്ങനെ വളച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത നമ്മൾ കാണിക്കുന്നത്. വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. മണ്ണൊക്കെ നിലത്ത് കിടന്നത് കൊണ്ട് മണ്ണുണ്ട്. അപ്പോൾ ഇതിനെ നന്നായി വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി. കണ്ടോ, ഒരു കമ്പി വേണം. ഇത്ര പോകുന്ന ഒരു കമ്പി, ഇത്തിരി ബലമുള്ളൊരു കമ്പി ഇട്ടോ, ഇത്തിരി ബലമുള്ളൊരു കമ്പി വേണം. ആ കമ്പി വളച്ചിട്ടാണ് നമ്മൾ അതുമ്മത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളയ്ക്കാൻ ഇനി നമുക്കിങ്ങനെ നല്ല ഭംഗിയിലൊരു ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ളൊരു വളയ്ക്കലാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് വളയ്ക്കുക എന്നുള്ളത്. ഇതുപോലെ പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പുമ്പോൾ ഒന്ന് ചുറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് 2 നല്ല റൗണ്ടായിട്ടുള്ള വളവ് കിട്ടും. ആ പൈപ്പുമ്പോൾ ചുറ്റിയ കാരണം നല്ല റൗണ്ടായിട്ടുള്ള ഒരു ഇത് കിട്ടും. വളച്ച കമ്പി ഉണ്ടല്ലോ, ഈ വളച്ച കമ്പിയുമേ ഈ വളവിനനുസരിച്ച് നമ്മൾ ഈ തണ്ട് വെച്ച് കെട്ടുകയാണ് ചെയ്യണത്. ഓരോ വളവിലും ഒരു നൂലെടുത്തിട്ട് കെട്ടുക. നമ്മൾ 2 തണ്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കടഭാഗവും തലഭാഗമാണത്. നമ്മൾ കമ്പി വളച്ചു അതുമ്മ കെട്ടി വെച്ച് നോക്കുകയാണ്. ഇതിനി ഒരു ബോട്ടിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഇതിന് വേര് വന്നിട്ടുണ്ടാവും. പിന്നെ ഈ കമ്പി നമുക്ക് അഴിച്ച് കളഞ്ഞ് നോക്കിയാൽ ഇതേ ഷേപ്പിൽ ഇത് മാറും. ഇത് ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. വേര് വരുന്നത് വരെ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലക്കി ബാമ്പു ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു തണ്ടെടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ വാങ്ങാൻ ചെന്നാൽ നല്ല ഒരു തണ്ടിന് വളരെ അധികം വിലയാണ് നഴ്സറികളിലൊക്കെ അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.